നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപം കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം. പാവർട്ടി സ്വദേശിയെ പോലീസ് പിടികൂടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. സർവകക്ഷി യോഗത്തിലെ ധാരണകൾ പാലിക്കാൻ കരാർ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. പള്ളികളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. പായങ്കണ്ട സ്വദേശി കുഴിക്കാട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ലഹരി ഉപയോഗ ഗൂഢാലോചന കുറ്റം ചുമത്തി NDPS ആക്ട് 27-29 പ്രകാരമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഷൈൻ ടോം ചാക്കോയുടെ മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന് പോലീസ് പറഞ്ഞു. ഷൈൻ ടോം ചാക്കോയെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. തന്നെ ആക്രമിക്കാനെത്തിയ ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഓടിയതെന്ന് ഷൈൻ പോലീസിന് മൊഴി നൽകി. തനിക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ടെന്നും ഷൈൻ പറഞ്ഞു. ഡ്രഗ് ഡീലർ സജീറുമായുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പോലീസ് കണ്ടെത്തി. നേരത്തെ രാസലഹരി ഉപയോഗിച്ചിരുന്നുവെന്ന് ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഷൈൻ പോലീസിനോട് പറഞ്ഞു. ഡാൻസ് ഓഫിന്റെ ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ് ചോദ്യം ചെയ്തത്. അച്ഛനും അഭിഭാഷകനുമൊപ്പമാണ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. 32 ചോദ്യങ്ങളാണ് പോലീസ് തയ്യാറാക്കിയിരുന്നത്. 3 ACPമാരുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം ചെയ്തയാളെ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി അരീക്കര വീട്ടിൽ പ്രദീപിനെയാണ് പാവറട്ടി SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. കടവല്ലൂരിൽ റെയിൽവേ ക്രോസിന് സമീപത്ത് കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കൈവശം വെച്ച് വിൽപ്പന നടത്തിവരുന്നതായി രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. 7.5 മുതൽ 9.5 കിലോമീറ്റർ വരെ ദൂരത്തിൽ സൗജന്യ യാത്ര അനുവദിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ സൗജന്യം അനുവദിച്ച ട്രാക്കിൽ സെൻസർ പ്രവർത്തിപ്പിച്ചു തുടങ്ങിയതോടെ പ്രദേശവാസികളുടേതുൾപ്പെടെ ടോൾ തുക ഫാസ്ടാഗിലൂടെ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. രേഖകൾ ഹാജരാക്കിയവർക്കും സൗജന്യം ലഭിക്കാത്ത സ്ഥിതിയാണ്. ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യയാത്ര നൽകുമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അതും പാലിക്കപ്പെട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഓട്ടോ ടാക്സി വാഹന ഉടമകൾ ടോൾ പ്ലാസയ്ക്ക് സമീപം സമരം നടത്തി. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തു കുരിശിലേറിയ ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കലാണ് ഈസ്റ്റർ. ഈസ്റ്റർ ആഘോഷത്തോടെ 50 ദിവസം നീണ്ടുനിന്ന വലിയ നോമ്പിന് പരിസമാപ്തിയാകും. ഇന്ന് രാത്രി പള്ളികളിൽ പ്രത്യേക തിരുകർമ്മങ്ങൾ നടക്കും. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ രാത്രി 11-ന് നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തും, വ്യാകുല മാതാവിൻ ബസലിക്കയിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ ടോണി നീലങ്കാവിലും, ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് മാർ പോളി കണ്ണൂക്കാടൻ, കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കുന്ന തിരുകർമ്മങ്ങൾക്ക് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലും കാർമ്മികത്വം വഹിക്കും. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. പായ്ക്കണ്ടം സ്വദേശി കുഴിക്കാട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെയാണ് സംഭവം. പായ്ക്കണ്ടത്ത് നിന്നും വിലങ്ങന്നൂരിലേക്ക് നടന്നു വരുന്നതിനിടെയാണ് മനോജിനെ കാട്ടുപന്നി ഇടിച്ചു തെറിപ്പിച്ചത്. അതേസമയം കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരെ അനുവദിക്കണമെന്ന് രേഖാമൂലം കത്ത് നൽകിയിട്ടും ഷൂട്ടർമാരെ അനുവദിക്കാതിരുന്ന പഞ്ചായത്ത് ഭരണസമിതി കാണിച്ച അനാസ്ഥയാണ് കാട്ടുപന്നി ആക്രമണത്തിനിടയാക്കിയതെന്ന് പഞ്ചായത്ത് അംഗം ഷൈജു കുര്യൻ പറഞ്ഞു.
എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ വളവിൽ ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് ഒടിയുകയും കാറിന്റെ മുൻവശം തകരുകയും ചെയ്തു. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ഏഷ്യ കപ്പ് ബേസ്ബോൾ വുമൺസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശിനി PS ശ്രീപാർവതി. ദേശീയ മത്സരങ്ങളിൽ കേരളത്തിനു വേണ്ടി നിരവധി തവണ കളത്തിലിറങ്ങിയ ശ്രീപാർവതി ഒട്ടേറെ മെഡലുകളും നേടിയിട്ടുണ്ട്. ദീർഘകാലമായി ചേർപ്പ് സ്പോർട്സ് അക്കാദമി താരമായി ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ പരിശീലിച്ചു വരികയാണ്. സൂരജ് മബിത ദമ്പതികളുടെ മകളായ ശ്രീപാർവതി തൃശൂർ സെന്റ് മേരീസ് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയാണ്. സഹോദരി ശ്രീലക്ഷ്മിയും ബേസ്ബോൾ, സോഫ്റ്റ്ബോൾ താരമാണ്. നിലവിൽ ശ്രീപാർവതി പഞ്ചാബിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാമ്പിൽ പരിശീലനത്തിലാണ്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ ഈ മാസം 23 മുതൽ 29 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. ഇതിനായി തിങ്കളാഴ്ച ഇന്ത്യൻ ടീം ഡൽഹിയിൽ നിന്നും യാത്ര തിരിക്കും. പാലക്കാട് സ്വദേശിനി K കാവ്യയും കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിൽ ഇടം നേടി. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് GST എന്ന പ്രചരണം തള്ളി കേന്ദ്ര ധനമന്ത്രാലയം. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സർക്കാരിന് അത്തരത്തിലൊരു ഉദ്ദേശമില്ല. UPI വഴിയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. ജബൽപൂരിലും ഒറീസയുടെ വിവിധ ഭാഗങ്ങളിലും വൈദികർക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നേരെ നടന്ന അക്രമങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുറുമാൽ സെന്റ് ജോർജ് ഇടവകയിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ വികാരി ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് CV ജേക്കബ്, ഭാരവാഹികളായ PKV ജോസ്, VT സേവി, VC ജോസഫ്, കുടുംബ കൂട്ടായ്മ കൺവീനർ സണ്ണി വടക്കൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തിരുവല്ലാമലയിൽ കാറിടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്കേറ്റു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. തലയ്ക്ക് സാരമായി പരിക്കേറ്റ രാജനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് ഗ്രാമപഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മഴക്കാല വിനോദസഞ്ചാര കേന്ദ്രമാണ് കടങ്ങോട് മല്ലൻകുഴി. വനത്തിനോട് ചേർന്നൊഴുകുന്ന നീർച്ചോലയും വെള്ളച്ചാട്ടവും മല്ലൻകാവും പ്രകൃതി ആസ്വാദന വിനോദസഞ്ചാരികളെയും മഴക്കാലത്ത് ഇവിടേക്ക് ആകർഷിക്കാറുണ്ട്. മല്ലൻകുഴിയിൽ മുങ്ങിക്കുളിച്ച് പിതൃബലിതർപ്പണം നടത്തുന്നതിനായി 100 കണക്കിന് ഭക്തരും മല്ലൻകാവിലെത്താറുണ്ട്. എന്നാൽ വേനൽ കനത്താൽ മല്ലൻകുഴി വറ്റി വരളും. മഴക്കാലത്ത് വെള്ളം തടഞ്ഞു നിർത്തുവാൻ സംവിധാനമില്ലാത്തതാണ് വരൾച്ചയ്ക്കിടയാക്കുന്നത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഫൈബർ റീഇൻഫോഴ്സ്ഡ് പ്ലാസ്റ്റിക് ഉപയോഗിച്ചുള്ള ചീർപ്പുകളോട് കൂടിയ തടയണ നിർമ്മിക്കുവാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ 2,40,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടായ 4,87,000 രൂപയും ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വെള്ളത്തിന് വലിയ ക്ഷാമം അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏകദേശം 4 കിലോമീറ്ററോളം തോട് അതിലാവശ്യമുള്ള ഭാഗങ്ങൾ നവീകരിച്ചും 8 ഷട്ടറോട് കൂടിയിട്ടുള്ളതും ഒപ്പം തന്നെ ഒരു ചെക്ക് ഡാമോട് കൂടിയുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. അതിന്റെ നടപടികൾ ക്രമങ്ങൾ പൂർത്തീകരിച്ചത് തുടങ്ങിക്കഴിഞ്ഞു. ഈ ഭാഗത്തുള്ള കർഷകർക്കുള്ള നെൽകൃഷിക്കാർക്കുള്ള സഹായങ്ങൾ മാത്രമല്ല, ചുറ്റുവട്ടത്തുള്ള കിണറുകളിലെ വെള്ളം പറ്റാതെ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിക്കും വലിയൊരു ഉപകാരമുള്ള ഒരു പദ്ധതിയാണ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകി മല്ലൻകുഴി, സീതാർത്തോട്, കരുവാൻ താഴം, മണാഴത്ത് താഴം എന്നീ തോടുകളിലൂടെ ഒഴുകുന്ന ജലം ഡാമും തടയണയും കെട്ടി സംരക്ഷിച്ച് കർഷകർക്കും ഗ്രാമീണ ടൂറിസത്തിനും ഗുണകരമാകുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. മല്ലൻകുഴിയിലെ സ്വാഭാവിക വെള്ളച്ചാട്ടം നിലനിർത്തി ജലത്തിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കുക, വെള്ളച്ചാട്ടത്തിലെ കേടുവന്ന കെട്ട് പൊളിച്ചു മാറ്റി പുതിയ കോൺക്രീറ്റ് ചെക്ക് ഡാം നിർമ്മിക്കുക, മല്ലൻകുഴി മുതൽ 4 കിലോമീറ്റർ ദൂരം തോടുകളിൽ ആവശ്യമായ സ്ഥലങ്ങളിൽ ആഴവും വീതിയും കൂട്ടുക, 8 സ്ഥലങ്ങളിൽ തടയണ നിർമ്മിക്കുക, 1/2 കിലോമീറ്റർ ദൂരം പാർശ്വഭിത്തി നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. പദ്ധതി നടപ്പിലായാൽ കടങ്ങോടിന്റെ പ്രാദേശിക ടൂറിസത്തിന് മല്ലൻകുഴി വലിയ മുതൽക്കൂട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ. TCV എരുമപ്പെട്ടി.
വഖഫ് ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് അഡ്വക്കേറ്റ് ഷമീം അൻവരി. സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയുടെ ജില്ലാതല പ്രചരണോദ്ഘാടനം ചെറുതുരുത്തിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. SKSSF ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫൈസ് തങ്ങൾ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി PA അമീർ, CPM ഏരിയ കമ്മിറ്റി അംഗം PM സുലൈമാൻ, മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഷഹീർ ദേശമംഗലം, വൈസ് പ്രസിഡന്റ് MS മുഹമ്മദ് കുട്ടി ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാത സർവീസ് റോഡിലുള്ള കലുങ്ക് പാലത്തിനോട് ചേർന്ന് സുരക്ഷാ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം തോടിന് കുറുകെ നിർമ്മിച്ച കലുങ്കു പാലത്തിലാണ് അപകട ഭീഷണിയുള്ളത്. സുരക്ഷാ ഭിത്തിയില്ലാതെ തോട്ടിലേക്ക് തുറന്നിരിക്കുന്ന ഭാഗത്ത് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ആൾമറ ഇപ്പോൾ നശിച്ച നിലയിലാണ്. പേരാമ്പ്ര അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ സർവീസ് റോഡിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അപകട സാധ്യത കുറയ്ക്കുന്നതിനായി എത്രയും വേഗം ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെളുത്തൂരിലെ ഒരു സംഘം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ലഹരിയാണ് നാടകം. ഒഴിവു സമയം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് തെളിയിച്ചുകൊണ്ട് വെളുത്തൂർ ഷോഗൺ ക്ലബ്ബിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒരുക്കിയ മൂന്നാമത്തെ നാടകം ഈ മാസം അരങ്ങിലെത്തും. ഷോഗൺ ക്ലബിന്റെ ആദ്യ 2 നാടകങ്ങളും ജനശ്രദ്ധ നേടിയിരുന്നു. പുതിയ നാടകമാണ് കൽവിളക്ക്. ലഹരിക്കെതിരെ പോരാടുന്ന യുവാവിനെ കള്ളക്കേസിൽ കുടുക്കുന്ന ഒരു സംഘം ആളുകളുടെ കഥ പറയുന്ന നാടകമാണ് കൽവിളക്ക്. ഡിഗ്രി വിദ്യാർത്ഥിനിയായ അർച്ചന ഉണ്ണികൃഷ്ണനാണ് നായിക. 6 സ്ത്രീകളും ഒരു കുട്ടിയും 11 പുരുഷന്മാരും നാടകത്തിൽ വേഷമിടുന്നു. വൈകുന്നേരം 8 മണി മുതൽ 10:30 വരെയാണ് നാടകത്തിൻ്റെ റിഹേഴ്സൽ. ജോലി കഴിഞ്ഞെത്തിയാൽ ക്ലബ് അംഗങ്ങൾ നാടകത്തിൽ വേഷമിടുന്ന കുടുംബാംഗങ്ങളെയും കൊണ്ട് റിഹേഴ്സൽ ക്യാമ്പിലെത്തും. മുൻകാലങ്ങളിൽ തങ്ങളുടെ നാടകങ്ങൾക്ക് ലഭിച്ച സ്വീകാര്യതയാണ് തുടർന്നും ഇവർക്ക് നാടകങ്ങൾ വേദിയിലെത്തിക്കാൻ പ്രചോദനം നൽകുന്നത്. ഞങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ ഉടലെടുക്കുന്ന മൂന്നാമത്തെ നാടകമാണിത്. ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ഉത്സാഹവും പ്രചോദനമൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. വൈകുന്നേരം ഒരു 8 മണി മുതൽ 10 മണി വരെയാണ് ഞങ്ങൾ ഇതിന്റെ റിഹേഴ്സലൊക്കെ ചെയ്യുന്നത്. എല്ലാവരും കൂടെ ഉള്ള ഈ കൂട്ടായ്മയും സഹകരണവും സന്തോഷമൊക്കെയാണ് ഓരോ നാടകം കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നാടകത്തിലേക്ക് വരാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി നാട്ടിലെ കലാ സാംസ്കാരിക മേഖലയിൽ സജീവമാണ് ഷോഗൺ ക്ലബ്ബ്. മാനസികോല്ലാസത്തിനപ്പുറം പുതുതലമുറയെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന രാസലഹരികൾക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് നാടകാവതരണത്തിലൂടെ ഇവർ ലക്ഷ്യമിടുന്നത്. ക്ലബിന്റെ മുൻ നാടകങ്ങൾ സംവിധാനം ചെയ്ത വിനോദ് പാലിശ്ശേരി തന്നെയാണ് കൽവിളക്കിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. സംഗീതം റിജോ പോളും ഏകോപനം ഷൈജേഷ് പനമുക്കത്തുമാണ്. ഏപ്രിൽ 26-ന് വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രാങ്കണത്തിലാണ് നാടകം അരങ്ങേറുന്നത്. TCV ന്യൂസ്, തൃശൂർ. പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് അക്കാദമി രൂപീകരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ പറഞ്ഞു. K രാധാകൃഷ്ണൻ MP നാളെ തൃശൂരിൽ ഉദ്ഘാടനം നിർവഹിക്കും. സമിതി ജില്ലാ സെക്രട്ടറി KV രാജേഷ്, PA പുരുഷോത്തമൻ, പ്രമോദ് കുമാർ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട കളത്തുംപടി ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഈ മാസം 23 മുതൽ മെയ് 3 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഏപ്രിൽ 30-ന് പുനഃപ്രതിഷ്ഠയും മെയ് 3-ന് നട തുറപ്പുമായി 11 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രത്യേകം നിർമ്മിച്ച കലശ മണ്ഡപത്തിൽ നടക്കും. താന്ത്രിക ക്രിയകൾക്ക് ക്ഷേത്രം തന്ത്രി നടുവത്ത് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്ര നവീകരണ സമിതി രക്ഷാധികാരി നളിൻ ബാബു, ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട്, സെക്രട്ടറി മനോജ് കുമാർ മാടശ്ശേരി, നവീകരണ സമിതി അംഗങ്ങളായ E ജയരാമൻ, TN കൃഷ്ണകുമാർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആശ സുരേഷ്, ട്രഷറർ വിജയൻ ചിറ്റേത്ത്, കിഷോർ പള്ളിപ്പാട്ട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്യം നിന്നു പോകുന്ന കൈത്തൊഴിലിന്റെ ശേഷിപ്പിനെ ഇന്നും കൈപ്പിടിയിൽ കാത്തു സൂക്ഷിക്കുകയാണ് ചാലക്കുടി എലിഞ്ഞിപ്ര പോളി. നെല്ലുകുത്തി അരിയും ഉമിയും വേർതിരിക്കുന്ന കാഴ്ച പുതുതലമുറയ്ക്ക് അന്യമാണ്. നാടിന്റെ മുക്കിലും മൂലയിലും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു നെല്ലുകുത്തുശാലകൾ. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങി ഉണക്കി നെല്ലുകുത്ത് കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകാലങ്ങളിൽ വൻ തിരക്കായിരുന്നു. കൃത്രിമമില്ലാത്ത ഒന്നാന്തരം അരിയും കന്നുകാലികൾക്കുള്ള തവിടുമെല്ലാം കൃത്യതയോടെ തയ്യാറാക്കുന്ന നെല്ലുകുത്തുശാലകൾ ഒരു കാലത്ത് നാടിന്റെ സംസ്കാരം കൂടിയായി. നാട്ടിൽ നെൽകൃഷി ചുരുങ്ങിയതോടെ നെല്ലുകുത്തു കേന്ദ്രങ്ങളും അതേ അവസ്ഥയിലായി.
അവശേഷിക്കുന്ന പാടശേഖരങ്ങളിലെ നെല്ല് കർഷകർ മൊത്തമായി ഏജൻസികൾക്ക് കൈമാറിയപ്പോൾ നാട്ടിലെ നെല്ലുകുത്തശാലകൾക്ക് പ്രസക്തിയില്ലാതായി. എന്നാൽ എലിഞ്ഞിപ്ര ചൌക്ക റോഡിൽ പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് പെരേപ്പാടൻ പോളിയുടെ നെല്ലുകുത്ത് കേന്ദ്രം. നെല്ലുകുത്താൻ ആളുകൾ വരുന്നത് മാസത്തിൽ 1-2 ആണെന്ന് 76-കാരനായ പോളി പറയുന്നു. ഇപ്പൊ നെല്ല് തീരില്ല, എന്നാലും ഞാൻ ആ പഴയ ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി തുറന്നുകൊണ്ട് പോണു നെല്ലുകുത്ത് പരിപാടിയൊക്കെ. ഇപ്പൊ ഒരു 57 കൊല്ലമായി ഞാൻ ഈ തൊഴിൽ കൊണ്ടു നടക്കണം. നെല്ലിനോടുള്ള ആത്മഹത്യയും ആ സ്നേഹവും ഇതുകൊണ്ടാണ് ഞാൻ നിലനിർത്തി കൊണ്ടുപോണേ. ഇപ്പൊ അവന് ഉപേക്ഷിക്കാൻ തോന്നണില്ല. പിതാവ് ദേവസിയുടെ കാലത്ത് ആരംഭിച്ചതാണ് എലിഞ്ഞിപ്രയിലെ നെല്ലുകുത്തുശാല. മകൻ പോളി പിന്നീട് ഇത് ഏറ്റെടുക്കുകയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവോദഭദ്രം കലാകേന്ദ്രത്തിന്റെ വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമ പണിക്കർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ സർവതോഭദ്രം സുവർണമുദ്ര പുരസ്കാരം നൽകി ആദരിച്ചു. ഗുരു വേണുജി വിശിഷ്ടാതിഥിയായിരുന്നു. കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ നൽകിയ 8 അധ്യാപകരെ ആദരിച്ചു. തിരുവില്ലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം പൂജാരി ജയറാം ഭട്ട് കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 24 വരെയാണ് പൂജാ മഹോത്സവം. കൊടിയേറ്റ ചടങ്ങിൽ പട്ടക്കാരൻ P. രാജൻ, ചെട്ടിക്കാരൻ K. കൃഷ്ണൻകുട്ടി, മാരിയമ്മൻ പൂജ മഹോത്സവ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിസ്മയ കാഴ്ചയൊരുക്കി എടത്തുരുത്തി പൈനൂരിലെ സൂര്യകാന്തിപ്പാടം. കണ്ടും കേട്ടും ദിനംപ്രതി നിരവധി പേരാണ് നയനാനന്ദകരമായ കാഴ്ച കാണാൻ ഇവിടേക്കെത്തുന്നത്. പൈനൂരിലെ രവി പുത്തൻപുരയുടെ 1/2 ഏക്കറിലധികം പാടത്താണ് സൂര്യകാന്തി പൂക്കൾ മഞ്ഞപ്പട്ടണിഞ്ഞു നിൽക്കുന്നത്. പാരമ്പര്യ നെൽകർഷകനായ കുമാരൻ കടവത്താണ് പരീക്ഷണമെന്ന നിലയിൽ സൂര്യകാന്തി കൃഷി ചെയ്തത്. നെൽകൃഷി കൊയ്ത്തു കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കൃഷി കൂടി ചെയ്യണമെന്ന് കുമാരൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്താണ് പാകിയത്. ഒരാഴ്ച കഴിയുമ്പോഴേക്കും വിത്തുകൾ മുളച്ചു. പ്രത്യേക പരിചരണമൊന്നും നൽകിയില്ലെങ്കിലും കടുത്ത വേനലിലും ചെടികൾ പാടമാകെ നിറഞ്ഞു. പൂവിടാൻ തുടങ്ങിയതോടെ പരീക്ഷണം വിജയം കണ്ടു. ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യം നെല്ല് പയറിനിടാറ് പയറുകളില്. അപ്പൊ നമ്മുടെ ഒരു ചേട്ടൻ്റെ പണി ആള് എന്നോട് പറയാണ്ടാണ് ഇതിട്ടത്, അല്ലെ ഞാൻ സമ്മതിക്കില്ല. എന്താ വെച്ചാൽ സൂര്യകാന്തി ഇട്ടിട്ട് നമുക്ക് കാര്യമില്ല. മുളച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഞാൻ സൂര്യകാന്തി ഇട്ട് മുളച്ചിട്ടുണ്ട്. അങ്ങനെ പോവായി. കണ്ടമാനം പേര് വരുന്നുണ്ട്. സൂര്യകാന്തി പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാനും സെൽഫി എടുക്കാനും മറ്റും കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരാണ് പൈനൂരിലേക്ക് ദിവസവും എത്തുന്നത്. TCV ന്യൂസ്, കയ്പമംഗലം. മായന്നൂർ കലങ്കണ്ടത്തൂർ മാതൃസമിതിയും ക്ഷേത്രക്ഷേമ സമിതിയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു. AM പ്രഭാകരൻ നായർ, K. രതീഷ് എന്നിവർ ക്ലാസ് നയിച്ചു. ഒറ്റപ്പാലം സത്യസായി സമിതി വളണ്ടിയർമാരായ S. ഗോപകുമാർ, M. മണികണ്ഠൻ, JS. രാജലക്ഷ്മി, ക്ഷേത്രക്ഷേമ സമിതി സെക്രട്ടറി MP. ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. 5 വികാസങ്ങൾ ടെസ്റ്റിംഗ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ്, സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. ആർത്താറ്റ് സ്വദേശി ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണങ്കാവിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. ടർഫിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ കുഴഞ്ഞു വീണതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കുട്ടികളുടെ സമഗ്രശേഷി വികാസത്തിന് പ്രാധാന്യം നൽകുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം ഗവൺമെന്റ് UP സ്കൂൾ പാവറട്ടിയിൽ യാഥാർത്ഥ്യമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളവും മുല്ലശ്ശേരി BRCയും പാവറട്ടി പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. MLA മുരളി പെരുന്നെല്ലി വർണ്ണക്കൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യോഗത്തിൽ പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ്
MM റജീന അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ്, 1-ാം വാർഡ് മെമ്പറും MPTA പ്രസിഡന്റുമായ സരിത രാജീവ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിബി ജോൺസൺ, സിൽജി ജോജു, TK സുബ്രഹ്മണ്യൻ, സുനിത രാജു, MT മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തുകാരനും നടനുമായ ശശി തച്ചപ്പുള്ളിയുടെ നിളയുടെ മാറിലൊരു തീഗോളം എന്ന നോവൽ പ്രകാശനം ചെയ്തു. റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നോവലിന്റെ പ്രകാശനം നിർവഹിച്ചു. മുരളി പെരുന്നെല്ലി MLA പുസ്തകം ഏറ്റുവാങ്ങി. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരായ പ്രസാദ് കാക്കശ്ശേരി, KK സുരേഷ്, ഷിനോദ് എളവള്ളി, KS സുരേഷ്, SBI റിട്ടയർഡ് മാനേജർ ഓഡിറ്റ് ആൻഡ് ഇൻസ്പെക്ടർ രഘു കൃഷ്ണവിലാസം, ശശി തച്ചപ്പുള്ളി എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,303 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഉപയോഗ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. കടവലൂരിൽ റെയിൽവേ ക്രോസിന് സമീപം കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം. പാവറട്ടി സ്വദേശിയെ പോലീസ് പിടികൂടി. പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൗജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. സർവകക്ഷി യോഗത്തിലെ ധാരണകൾ പാലിക്കാൻ കരാർ കമ്പനി തയ്യാറാകുന്നില്ലെന്ന് ആക്ഷേപം. പ്രത്യാശയുടെ സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. പള്ളികളിൽ ഇന്ന് രാത്രി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വിലങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്ക്. വായങ്കണ്ടം സ്വദേശി കുഴിക്കാട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.